നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൻറ്റി കൺവേർഷൻ ബില്ല് പാസ്സാകുന്നതിനെക്കുറിച്ച്. മഹാരാഷ്ട്രയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബില്ല് പാസ്സായി. ഇനി ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമമായിട്ട് മാറും. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൻ്റെ സെക്കൻഡ് വീക്ക് നമ്മൾ കേൾക്കുന്നത് മഹാരാഷ്ട്ര ഗവർണർ ആ ബില്ല് ഒപ്പിടാതെ അക്സെപ്റ്റ് ചെയ്യാതെ അത് ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമുവിന് ആ ഒരു ബില്ല് അയച്ചിരിക്കുകയാണ് പ്രസിഡൻറ്റിൻ്റെ അക്സെപ്റ്റൻസിന് വേണ്ടി, അല്ലെങ്കിൽ അനുവാദത്തിന് വേണ്ടി. അപ്പോൾ മഹാരാഷ്ട്ര ഗവർണർ എന്തായാലും ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്തില്ല. അത് പ്രസിഡൻറ്റിൻ്റെ ടേബിളിൽ എത്തിയിരിക്കുന്നു. ഇത് പല ക്രിസ്തീയ മാധ്യമങ്ങളും ക്രിസ്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഒരു വലിയ ആശ്വാസമായിട്ട് ഈ വാർത്ത ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കാണുവാനിടയായി തുടർന്നു. സെക്കുലർ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇങ്ങനൊരു വാർത്ത ഇതുവരെയും വന്നിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടേത് എന്ന് പറയുന്നൊരു പേപ്പർ കട്ടിങ്ങാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓൺലൈനിൽ നമ്മളത് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഈ കാലത്തെ ഒരു പ്രശ്നം, നമുക്ക് വെരിഫൈഡ് അല്ലാത്ത ന്യൂസുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടേത് എന്ന് പറയുന്ന ഒരു പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിലും എത്തുവാനിടയായി തീർന്നു. ഈ പേപ്പർ കട്ടിങ്ങിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് ദ്രൗപദി മുർമുവിന് മഹാരാഷ്ട്ര ഗവർണർ ഈ ബില്ല് അയച്ചു കൊടുത്തിരിക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇത് ശരിക്കും ഇതിനകത്ത് ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ടോ? കാരണം അങ്ങനെ ഗവർണർ ഈ ബില്ല് പാസ്സാക്കാതെ പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കാനുള്ള കാരണമായി പറയുന്നത് ഗവർണർക്ക് ഈ ബില്ലിനോടുള്ള എതിരല്ല, മറിച്ച് ഈ ബില്ലിലെ ചില വ്യവസ്ഥകൾ കേവലം ഒരു ഫെഡറൽ സ്റ്റേറ്റ് സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വ്യവസ്ഥകളാണ്. അതിനകത്ത് ഭാരതീയ ന്യായസംഹിത BNSൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. ഒരു സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന നിയമമല്ല ഇത്, മറിച്ച് ഇതിനകത്തെ ചില വ്യവസ്ഥകൾ ഭാരതീയ ന്യായ സംഹിത BNSൻ്റെ ഭാഗമായതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡൻറ്റ് തന്നെ തീരുമാനമെടുക്കണം. അതായത് ഗവർണർ പറയുന്നത് ഈ ബില്ലിൻ്റെ അകത്ത് കേവലം സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന നിയമവ്യവസ്ഥകൾ അല്ല ഉള്ളത്. നമുക്കറിയാം, ഈ നിയമങ്ങൾ തയ്യാറാക്കുമ്പോൾ 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. അതിനകത്ത് ഒന്ന് യൂണിയൻ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം പാസ്സാക്കുവാൻ കഴിയുന്ന നിയമങ്ങൾ. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ആ നിയമങ്ങളിൽ പവർ പൂർണ്ണമായിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്. അത് എക്സ്ക്ലൂസീവായിട്ട് സ്റ്റേറ്റുകൾക്ക് പാസ്സാക്കുവാൻ കഴിയുന്ന നിയമങ്ങളാണ്. മൂന്നാമതൊരു ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും. ആ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അധികാരം കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബില്ലിൻ്റെ അകത്ത് ചില വ്യവസ്ഥകൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതാണ്. അതായത് കേന്ദ്രവും സ്റ്റേറ്റും ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ കേവലം സ്റ്റേറ്റിന് മാത്രം ആ ബില്ല് പാസ്സാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പ്രസിഡൻറ്റിൻ്റെ സൈൻ വേണമെന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ മഹാരാഷ്ട്ര ഗവർണർ ആ ഒരു ബില്ല് പ്രസിഡൻറ്റിൻ്റെ ടേബിളിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? മഹാരാഷ്ട്ര ഗവർണർ ഈ ബില്ലിനെ തള്ളിക്കളഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഈ ബില്ലിന് ഭാരതീയ നിയമസംഹിതയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കേന്ദ്രതലത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഈ നടപടിയിലൂടെ മുൻപിലേക്ക് വച്ചിരിക്കുന്നത്. ഈ സംഭവത്തോട് ചേർത്ത് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വാർത്ത നമ്മൾ ചേർത്ത് വായിക്കണം. അതായത് ഹിമാചൽ പ്രദേശിലെ VHP, അതുപോലെ തന്നെ ബജ്റംഗ് ദൾ, ഇവർ ഇന്ത്യൻ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമുവിന് കൊടുത്ത ഒരു മെമ്മോറാണ്ടം. ഇന്ത്യ മുഴുവൻ സ്ട്രിക്റ്റായിട്ട് മതപരിവർത്തന നിരോധനത്തെ സംബന്ധിക്കുന്ന നിയമം കൊണ്ടുവരണമെന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ദ്രൗപദി മുർമുവിന് ഈ പറഞ്ഞ സംഘടനകൾ ഒരു അപേക്ഷ മെമ്മോറാണ്ടം കൊടുത്തത്. അതോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്ര ഗവർണറുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഈ 2 സംഭവങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ ഇത് ചില സൂചനകളാണ്. ഒരു പക്ഷേ
വരികൾക്ക് ഇടയിൽ വായിച്ചാൽ കേവലം സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് ഇതിലെ വ്യവസ്ഥകൾക്ക് ബന്ധമുള്ളതുകൊണ്ട് കേന്ദ്രം തന്നെ ഇടപെടുന്ന മുഴുവൻ ഇന്ത്യക്കും ബാധകമാകുന്ന ഒരു മതപരിവർത്തന നിയമം കൊണ്ടുവരണമെന്നുള്ള അതിൻ്റെ ഒരു മുന്നോടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത്തരം നീക്കങ്ങളെ ഒരുപക്ഷെ ആളുകൾ വ്യാഖ്യാനിച്ചാൽ അതിൽ തെറ്റുപറവാൻ കഴിയുകയില്ല. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ ഇത് ചില സൂചനകളാണ് നമുക്ക് തരുന്നത്. 1970കളിലാണ് ആദ്യമായിട്ട് ഇന്ത്യ മുഴുവൻ ഒരു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുവാൻ ചരൺ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് OP ത്യാഗി എന്ന് പറയുന്ന മനുഷ്യൻ ശ്രമിച്ചത്. പക്ഷേ OP ത്യാഗിയുടെ ബില്ല് പാസ്സായില്ല. അതിനു മുമ്പ് ചരൺ സിംഗ് മന്ത്രിസഭ താഴെ വീണു. അടുത്ത വർഷം 50 വർഷങ്ങൾ തികയുകയാണ് ആ ഒരു സംഭവത്തിന്. 50 വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട, ജനതാ സർക്കാർ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ആ ഒരു ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന ഒരു മതപരിവർത്തന നിരോധന നിയമം ജനതാ സർക്കാരിൻ്റെ പുതിയ മുഖമാകുന്ന BJP സർക്കാരിലൂടെ ഒരുപക്ഷെ അടുത്ത് തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ നടപടികൾ, പ്രത്യേകിച്ച് VHPയുടെ മെമ്മോറാണ്ടം, ഈ ബില്ല് ഇവിടെ ഒതുങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര ഗവർണർ അത് പ്രസിഡൻറ്റിന് മുമ്പിൽ എത്തിച്ചതൊക്കെ സൂചനകളായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്താണെങ്കിലും മഹാരാഷ്ട്രയുടെ നിയമസഭ പാസാക്കിയ ബില്ല് അത് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അത് നിയമമായി മാറും. അങ്ങനെ നിയമമായി മാറുമ്പോൾ മതപരിവർത്തന നിരോധന നിയമമുള്ള ഇന്ത്യയുടെ 13ാമത്തെ സ്റ്റേറ്റായിട്ട് മഹാരാഷ്ട്ര മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ബാക്കി ഇനിയും ഏതൊക്കെ സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടതുപോലെ ഇന്ത്യ മുഴുവൻ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുവാൻ ഇടയുണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.